ഞാൻ ഈ അടുത്ത കാലത്തായി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജോണി വാക്കർ എന്ന് പറയുന്ന ഒരു സിനിമ യൂട്യൂബിൽ കാണുകയുണ്ടായി. സത്യത്തിൽ ആ യൂട്യൂബിൻ്റെ ആ സിനിമയുടെ കമൻറ്റ് പരിശോധിച്ചപ്പോൾ ആ കമൻറ്റിൽ ഒരുപാട് ആളുകൾ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ കോളേജിലൊക്കെ ലഹരി വസ്തുക്കൾ വിൽക്കാൻ പറ്റുമോ, ഐസ്ക്രീമിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കുറേ കമൻറ്റുകൾ അതിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ, വളരെ വർഷങ്ങൾക്ക് മുമ്പേ റിലീസായ ഒരു സിനിമയാണ്. ആ സിനിമ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. കോളേജ് ക്യാമ്പസുകളിൽ സാമി എന്ന് പറയുന്ന മമ്മൂട്ടിയേക്കാൾ അതിഗംഭീരമായ അഭിനയ മികവ് കൊണ്ട് വളരെ ക്രൂരമായ വില്ലൻ വേഷം ചെയ്ത ഒരു സാമി എന്ന് പറയുന്ന കഥാപാത്രം, ഒരു ചെറുപ്പക്കാരൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ അഭിനയം അസാധ്യമായ അഭിനയമാണ്. ആ ചെറുപ്പക്കാരനാണ് അവിടെ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതും ആ ലഹരി കോളേജിലെ പെൺകുട്ടികൾക്ക് ഐസ്ക്രീമിൽ ചേർത്ത് അവരറിയാതെ അവർക്ക് ആദ്യം അത് കൊടുക്കുകയും പിന്നീട് അതിനവരെ അടിമകളാക്കുകയും ചെയ്യുന്ന, അങ്ങനെ കലാലയത്തെ ഒരു ലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു കൊടൂര വില്ലനായിട്ടാണ് സ്വാമി അതിൽ അഭിനയിക്കുന്നത്. ആ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ കമൻറ്റുകൾ. അതിൽ പല ആളുകളും കമൻറ്റ് പറയുന്ന മറ്റൊരു കമൻറ്റ്, ഈ കാലഘട്ടത്തിൽ അത് സംവിധാനം ചെയ്യേണ്ട സിനിമയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ കോളേജിലൊക്കെ അതുപോലുള്ള ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനും കോളേജുകളിലൊക്കെ വിൽപ്പന നടത്താനും കലാലയങ്ങളിൽ എത്തിക്കാനും സാധിക്കുമോ എന്ന് ആലോചിച്ചെങ്കിൽ ഇതിലപ്പുറവും നടക്കും എന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിലാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. അന്ന് കലാലയങ്ങളിൽ കോളേജുകളിലൊക്കെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിനെ ഈ സിനിമയുടെ ഒരു സിനിമയിലുള്ള ഭാവനാ സൃഷ്ടിയായിട്ടാണ് കണ്ടതെങ്കിൽ ഇന്ന് അതുക്കും മേലെ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗിനെ പോലെ അതുക്കും മേലെയുള്ള കലാലയങ്ങളിലാകട്ടെ ഗ്രാമങ്ങളിലാവട്ടെ, ഇന്ന് ഗ്രാമ നഗര കലാലയങ്ങൾ ഒന്നും വ്യത്യാസമില്ലാതെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ലഹരിക്കടിമകളായി വളരെ 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 ഗൗരവപരമായ ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് രാസലഹരികൾ എന്ന് പറയുന്ന ലഹരികളുണ്ട്, അതുപോലെ മറ്റു മയക്കുമരുന്നുകളുണ്ട്, MDM എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ മമ്മൂട്ടിയുടെ ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമായി വർദ്ധിക്കുമ്പോൾ അതിൻ്റെ അടിമകളാകുന്നത് നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായ ആളുകളുമാണ് എന്നുള്ളത് ഒരു വലിയ വിപത്തായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ ഗൗരവപൂർവം ഇവിടെയുള്ള ഗവൺമെന്റും അതിൻ്റെ സംവിധാനങ്ങളുമൊക്കെ കണ്ട് അതിനെ മുളയിലേ നുള്ളുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം വായ എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന സിനിമയിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇതിവൃത്തങ്ങളാണ് അതിൻ്റെ കഥാതന്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ, കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലാതെ, മറ്റു സൗകര്യങ്ങളില്ലാതെ, വേണ്ടത്ര സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള ലഹരികൾക്ക് അടിമകളാകുന്നു എന്നാണ് ആ സിനിമയുടെ ഇതിവൃത്തം എന്നാണ്, ഞാൻ കണ്ടിട്ടില്ല, കണ്ടവൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും എനിക്ക് മനസ്സിലാകുന്നത്, അങ്ങനെ വളരെ ഫ്രീ ആയി ഗ്രൗണ്ടുകളും കളിക്കാൻ സൗകര്യങ്ങളും മറ്റ് സ്വാതന്ത്ര്യങ്ങളും ആവശ്യത്തിന് പണവും അതോടൊപ്പം കുടുംബത്തിന് നിന്ന് വേണ്ടത്ര വാത്സല്യവും ഒക്കെ കിട്ടുന്ന ഒട്ടേറെ പേർ ലഹരിക്ക് അടിമകളാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഇതൊക്കെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അവനവൻ്റെ ഫാമിലിയുടെയൊക്കെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് നല്ല യുവാക്കളും നല്ല യുവതികളും നല്ല കാഴ്ചപ്പാടുള്ള ആളുകളും നന്നായി പഠിച്ച് എവിടെയെങ്കിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ധാരാളമായി സമൂഹത്തിലുണ്ട്. അപ്പോൾ വായ 2 എന്ന് പറയുന്ന സിനിമയിൽ ഇതാണ് ഇതിവൃത്തമെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ലഹരിക്ക് ആളുകൾ അടിമപ്പെടുന്നത്, യുവാക്കൾ അടിമപ്പെടുന്നത്, കുട്ടികൾ അടിമപ്പെടുന്നത്, പെൺകുട്ടികൾ അടിമപ്പെടുന്നത് എന്നുള്ളത് വസ്തുതാപരമല്ല. അത് ഒരു ചെറിയ വസ്തുത മാത്രമാണ്. അമിതമായ വാത്സല്യവും അമിതമായ സ്വാതന്ത്ര്യവും അമിതമായ പരിഗണനയും കൊടുക്കുമ്പോൾ ഈ കുട്ടികളെ അവനവൻ്റെ രക്ഷിതാക്കന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവർ സ്വമേധയാ വളരുകയും രക്ഷിതാവിനും മുകളിൽ, അപ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ഉമ്മമാരൊക്കെ നമ്മളോട് പറയാറുണ്ട്, അടക്കയാണെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, അരയിൽ വെക്കാമായിരുന്നു. ഇത് കവുങ്ങായി പോയില്ലേ, എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അങ്ങനെ കവുങ്ങാവാൻ, ആ തരത്തിലേക്ക് വളരാൻ അവരെ അനുവദിക്കുന്ന ഒരുപാട് രക്ഷിതാക്കന്മാർ അവരെ ശ്രദ്ധിക്കാതെ അവർ രാത്രി സമയങ്ങളിൽ എവിടെയാണ് പോകുന്നത്, അവർ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വീട്ടിലെത്താത്തത്, അങ്ങനെ വരാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അവരെ സ്വൈര്യവിഹാരം നടത്താൻ വിട്ടുകൊടുക്കുന്ന ഒരുപാട് രക്ഷിതാക്കന്മാരുണ്ട് എന്നുള്ളത് ഇനി എത്ര നിഷേധിച്ചാലും അത് വസ്തുതയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രേരകമായ ഘടകം, ഇതൊക്കെ പറയാനുണ്ടായ ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട ഇന്നലെ നടത്തി എന്ന് ചാനലുകളിലൂടെ പന്തീരാങ്കാവിൽ നിന്ന് 3 കോടി രൂപയുടെ MDMA ഒരു പെണ്ണിനെയും ഒരു പുരുഷനെയും ആണിനെയും പിടിച്ചിട്ട് നമ്മൾ ചാനലുകളിലൂടെ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ആഷിഖ് എന്നാണ് ആ പയ്യൻ്റെ പേര്. അതുപോലെ ഫാത്തിമ നസ്രിൻ എന്നാണ് പിന്നെ ആ പെണ്ണിൻ്റെ പേര്. കൊണ്ടോട്ടിക്ക് അടുത്തോ ആണ് പിന്നെ ഈ മുഹമ്മദ് ഷഫീഖിൻ്റെ വീടെന്ന് പറയുന്നു. പന്തീരാങ്കാവിൽ വെച്ചാണ് പിടിച്ചത്. സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് ഈ ഫാത്തിമ നസ്രിൻ എന്നാണ് പറയുന്നത്. 3 കോടി രൂപയുടെ പിന്നെ MDMA വളരെ വിലപിടിപ്പുള്ള കാറിൽ രാജസ്ഥാനിൽ നിന്നാണ് അത് വന്നിട്ടുണ്ടാവുക എന്നാണ് ഇതിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ, ഇതിൻ്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ അനുമാനിക്കുന്നത്. അവർ ഡൽഹി ആണെങ്കിലും ബോംബെ ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും അതിൻ്റെ അടിവേര് കണ്ടെത്തി അവരുടെ ഈ ഇടപാടിൻ്റെ സ്രോതസ് കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശ്ലാഘനീയമാണ്. ഏത് വില കൊടുത്തും, ഏത് വ്യക്തികളായിരുന്നാലും, ഏത് സമൂഹത്തിലെ ഇത്തരം കീടങ്ങൾ ആരെന്ന് നോക്കാതെ, മുഖം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, വംശം നോക്കാതെ, അവരുടെ സാമ്പത്തികമായ ശക്തി നോക്കാതെ, അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നെ ബന്ധങ്ങൾ നോക്കാതെ അത്തരക്കാരെ കർക്കശമായി ശിക്ഷിക്കാനുള്ള നിയമവ്യവസ്ഥയിൽ വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ അതിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അത്തരക്കാരെ കഠിനമായി ശിക്ഷിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് നിന്നും നമ്മുടെ പുതിയ യുവാക്കളെയും ചെറുപ്പക്കാരികളെയും ഒക്കെ ഇതിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഗ്രൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ടോ, അവർക്ക് മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടോ, അവർക്ക് വാത്സല്യം കൊടുത്തത് കൊണ്ടോ മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് എൻ്റെ വർഷങ്ങളായുള്ള ഗവേഷണങ്ങളിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്ന ആളുകളിലൂടെയൊക്കെ ചെറിയ രൂപത്തിലൊക്കെ അറിയാവുന്ന ആളുകളുടെ കഥയൊക്കെ കേൾക്കുമ്പോൾ ഈ വാത്സല്യക്കുറവോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യക്കുറവോ സ്നേഹക്കുറവോ ഒന്നുമല്ല, അവരുടെ കളിസ്ഥലത്തിൻ്റെ കുറവോ ഒന്നുമല്ല അവർ ഇതിന് അടിമകളാകുന്നു. മറ്റ് പലതരത്തിലുള്ള അവരുടെ പെട്ടെന്നുള്ള പണമുണ്ടാക്കാനുള്ള ആഗ്രഹവും, അതോടൊപ്പം തന്നെ ഏത് സമയത്തും ഒരു തരത്തിലുള്ള ദുഃഖവും അനുഭവിക്കാതെ, പ്രയാസവും ടെൻഷനും അനുഭവിക്കാതെ, ജീവിതത്തിൽ ഏത് സമയത്തും ഉല്ലാസത്തിൻ്റെ ഒരു ആകാശ നീലിമയിൽ ജീവിച്ചു പോകാനുള്ള അവരുടെ വ്യഗ്രതയാണ് ഇതിന് കാരണം. ഇത് ബോധ്യപ്പെടുത്തേണ്ടത് സ്കൂളുകളിൽ അധ്യാപകരാണ്. ഇതിൻ്റെ അവധാനതയോടുകൂടി കുട്ടികളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത ആദ്യം വീട്ടിലെ രക്ഷിതാക്കൾ ഏറ്റെടുക്കണം, പിന്നെ നാട്ടിലെ സമൂഹം ഏറ്റെടുക്കണം, പിന്നീട് അവർ പഠിക്കുന്ന കലാലയങ്ങൾ ഏറ്റെടുക്കണം, പിന്നെ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ സമൂഹം അവരെ ഏത് സമയത്തും നമ്മുടെ CCTV നിരീക്ഷിക്കുന്നത് പോലെ നിരീക്ഷിച്ചുകൊണ്ട് അവർ തെറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടനായികൾ കാണുമ്പോൾ ആ ഇടനായികളിൽ ചെന്ന് അവരെ കൈപിടിച്ച് കൊണ്ടുവന്ന് അവരെ സമൂഹത്തിൻ്റെ നന്മകളിലേക്ക് അവരുടെ യുവത്വത്തെ, അവരുടെ ആയുസ്സിനെ, അവരുടെ ആരോഗ്യത്തെ തിരിച്ചുവിടാൻ സാധിക്കണം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പം ഏതെങ്കിലും തരത്തിലുള്ള മതവിഭാഗത്തിൻ്റെ ആളുകളുടെ പേര് പറഞ്ഞിട്ടോ, ഇനി അതല്ല മറ്റേതെങ്കിലും ജാതി വിഭാഗത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സംവിധാനങ്ങളുടെ പേര് പറഞ്ഞിട്ടോ ഒരു ഉദ്യോഗസ്ഥനോ ഒരു വ്യക്തി എന്നുള്ളതിന് എനിക്കോ ഒരു സമൂഹത്തിനോ കഴിയുവാൻ സാധ്യമല്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ MDM വേട്ടയാണ് നടന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമ, അതിൽ സാമി കൈകാര്യം ചെയ്ത ആ വലിയ ലഹരി മാഫിയകൾ, അത്തരത്തിലുള്ള മാഫിയകളെ കണ്ടെത്തി അന്നത്തെ കാലത്ത് ഇതുണ്ടാകുമോ എന്ന് സംശയിച്ചെങ്കിൽ ഇന്ന് ഇതും ഇതിലപ്പുറവും ഇനിയും പലതും സംഭവിക്കാൻ ഇരിക്കുന്നു എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ, സാമൂഹിക, നവോത്ഥാന, സാംസ്കാരിക നായകന്മാരും ഇവിടെയുള്ള ഇത്തരം എക്സൈസ് ഉൾപ്പെടെയുള്ള
ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ അത്യുന്നതികളിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ സദാ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഇതിൻ്റെ നിയമത്തിൽ ഇവരെ ശിക്ഷിക്കുന്നതിൽ വല്ല അപാകതയും ഉണ്ടെങ്കിൽ ആ നിയമത്തിൽ ഇനി നിയമനിർമ്മാണ സഭകളുടെ സഹായത്തോടു കൂടി ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കി അതികഠിനമായ ശിക്ഷ കൊടുത്തുകൊണ്ട് സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള ശിക്ഷ കൊടുത്തുകൊണ്ട് സമൂഹത്തെ ഇത്തരം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടില്ലെന്നുള്ള ഒരു ബോധവൽക്കരണവും കൂടിയും, അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ഇത്തരം ശിക്ഷ നടപ്പിലാകുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള തോന്നൽ കൂടി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇത്തരം വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും യുവാക്കളും യുവതികളും ഒക്കെ വളരെയേറെ ജാഗ്രത പുലർത്തണം. മൊബൈലിൻ്റെയൊക്കെ ഉപയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്ന കുട്ടികൾ പഠിക്കാനാണെന്നും പറഞ്ഞ് കോളേജുകളിലോ ക്യാമ്പസുകളിലേക്കോ പോകുമ്പോൾ അവിടെ എത്തുന്നുണ്ടോ, അവർ കൃത്യമായ സമയത്ത് എത്തുന്നുണ്ടോ, കൃത്യമായ സമയങ്ങളിൽ അവർ വീടുകളിൽ എത്തിച്ചേരുന്നുണ്ടോ, അവരെന്താണ് കോളേജ് വിട്ട് കഴിഞ്ഞാൽ മറ്റു സമയങ്ങളിൽ ചെയ്യുന്നത് എന്ന് അവരെ കൃത്യമായി നിരീക്ഷിച്ച് അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും പോരായ്മകളോ അവർ അവശതകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക്, ഒരു അധ്യാപകർ എന്നുള്ള നിലക്ക്, ഒരു സമൂഹത്തിലെ വ്യക്തികൾ എന്നുള്ള നിലക്ക് ഓരോരുത്തരും ആ ബാധ്യത ഏറ്റെടുത്ത് അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനപ്പുറം അവരെ ഉപദേശിച്ച് നന്നാക്കുകയും, എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ നൽകുകയും, എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ കർക്കശമായ നടപടികൾ ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിച്ചുകൊണ്ട് അവർക്കെതിരെ എടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ സമൂഹത്തിന് ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ലഹരി ഉപയോഗത്തിന്റെ വലിയ പ്രയാസങ്ങൾ നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കും. അതിനെല്ലാ രക്ഷിതാക്കളുടെയും അകമഴിഞ്ഞ സഹായം, സമൂഹത്തിന്റെ സഹായം, ഇവിടെയുള്ള നിയമനിർമ്മാണ സഭകളുടെ സഹായം, ഇവിടെയുള്ള നിയമപാലകരുടെ സഹായം, എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിൽ ഒന്നാമതായി രക്ഷിതാക്കൾ അവരവരുടെ കുട്ടികൾ കൃത്യമായി എന്തു ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യഗൗരവത്തോടു കൂടിയുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.